ഹായ്, ഞാൻ അഹമ്മദ്. എനിക്ക് 23 വയസ്സുണ്ട്. എൻ്റെ ഇഷ്ട സ്ഥലമാണ് സൗദി അറേബ്യൻ. സൗദി അറേബ്യയിൽ എനിക്ക് എപ്പോഴും സന്ദർശിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 600 കിലോമീറ്റർ വരെയുള്ള ദൂരം വരെ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര എനിക്കിഷ്ടമാണ്. ഞാൻ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇറങ്ങിയായിരുന്നു. ഞാനാണെങ്കിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഉച്ചയ്ക്കാണ് ഞാൻ ഇറങ്ങിയത്. 3:45 ഇറങ്ങി ഞാൻ 7 മണിയായിട്ട് ഞാൻ ഡ്രൈവിംഗ് തന്നെ തുടർന്നുകൊണ്ട് നിന്ന്. ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ വിശപ്പ് വന്നു. ഞാൻ പെട്ടെന്ന് ഇവിടെ എവിടെയെങ്കിലും കടകളുണ്ടോ നോക്കി പെട്ടെന്ന് ഒരു ഗ്യാസ് സ്റ്റേഷൻ കണ്ടായിരുന്നു. അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കാറ് നിർത്തി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പോയി എനിക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും വാങ്ങിച്ചു തരാം. ആ സ്ഥലം കണ്ടപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നിയെങ്കിൽ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് പെട്ടെന്ന് വാഷ്റൂമിൽ പോകാനുള്ള ടെൻഡൻസി വന്നു. ഞാൻ ചോദിച്ചായിരുന്നു ഇവിടെ വാഷ്റൂം ഉണ്ടോ എന്ന്. അയാൾ എനിക്ക് കാണിച്ചു തന്നു ആ വാഷ്റൂം. പെട്ടെന്ന് തന്നെ ഞാൻ ആ വാഷ്റൂമിലേക്ക് പോവുകയും ചെയ്തു. പെട്ടെന്ന് ഞാൻ വാഷ്റൂമിൻ്റെ അവിടെ പോയി പെട്ടെന്ന് ഒരു കരച്ചിൽ കേട്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ശവശരീരം പുറത്തിങ്ങനെ വീണിങ്ങനെ കിടക്കുന്നു. അതിൽ ഫുള്ള് രക്തം ഇതല്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അകത്തുനിന്ന് ചെറിയൊരു നിഴൽ പോലെ കാണാൻ പറ്റുന്നത്. ഞാൻ പെട്ടെന്ന് അവിടെ ഒളിച്ചിരുന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ്റെ നിഴലാണ് ഞാൻ കണ്ടത്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ അതിൻ്റെ അകത്ത് ഇറങ്ങി വന്നു. നോക്കിയപ്പോൾ ആ ശവശരീരം കൊണ്ട് അയാൾ കളയുകയായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അയാളുടെ ഡ്രസ്സിൽ അത്രയും ബ്ലഡായിരുന്നു. അയാളുടെ പോക്കറ്റിൽ പോരാത്തതിന് ആയുധങ്ങളും ഉണ്ട്. ഞാനാണെങ്കിൽ പെട്ടെന്ന് അതെല്ലാം ഒളിച്ച് ഇരുന്ന് ഞാൻ നോക്കി. എനിക്കാകെ പേടിയാവുകയും ചെയ്തു. ആ ശരീരം കൊണ്ട് അയാൾ കളയുകയാണ് ചെയ്തത്. പെട്ടെന്ന് എൻ്റെ കാറിരിക്കുന്ന സ്ഥലം അയാൾ ലക്ഷ്യമാക്കി വന്നു. എനിക്ക് പക്ഷേ രക്ഷപ്പെടാൻ ആ ഒരു കാർ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ അയാൾ പോയി ആ തക്കം നോക്കിയാൽ എൻ്റെ കാറിൻ്റെ അകത്തുനിന്ന് ഞാൻ സാധനം ഞാൻ വാങ്ങിച്ച ഇതെല്ലാം കൊണ്ട് കാറിൻ്റെ അകത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്ത് നേരെ ഞാൻ അവിടെ നിന്ന് വിട്ടങ്ങ് പോയി. ഞാൻ അങ്ങ് സ്പീഡിലാണ് ഞാൻ പോയത്. അതായത് 660 നിന്ന് വിട്ടാണ് ഞാൻ പോയത് കാറിൽ. എനിക്ക് ആക്സിഡൻ്റ് ആവുന്നവരെ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പോയി. ഒരു പള്ളിയുണ്ട്, അവിടെ കാറ് നിർത്തി ഞാൻ ആ പള്ളിക്കകത്ത് കയറി. ഞാൻ പെട്ടെന്ന് അവിടെ ഒരു അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ എനിക്കൊരു വെള്ളമൊക്കെ തന്നതിന് കയ്യിൽ. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു വരുത്തി. അപ്പോഴും പോലീസ് അവിടെ വന്നപ്പോഴത്തേക്ക് നേരെ ഇൻവെസ്റ്റിഗേഷനായി വേണ്ടി പെട്ടെന്ന് തന്നെ അവർ ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ പോലീസുകാർ വന്നിട്ട് പറഞ്ഞിരുന്നു അയാളെ പെട്ടെന്ന് പിടികൂടുമെന്ന്. അപ്പോഴാണെങ്കിൽ പോലീസുകാർ അയാളെ പിടികൂടുകയും ചെയ്തായിരുന്നു. ഗ്യാസ് സ്റ്റേഷനിൽ ഇൻവെസ്റ്റിഗേഷന് പോയപ്പോഴത്തേക്ക് അതായത് സംഭവം എങ്ങനെയെന്ന് വെച്ചാൽ അയാൾ ആ 7 വർഷം കൊണ്ട് അയാൾ ആ ടോയ്ലറ്റിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ അകത്ത് കയറുന്ന ആൾക്കാരെല്ലാം അയാൾ കൊലപ്പെടുത്തുകയെല്ലാം ചെയ്യുന്നത്. ആ ശരീരം ആരും കാണാതെ അയാൾ കുഴിച്ചു മൂടുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഭാര്യയും മാതാപിതാക്കളും കുട്ടികളെല്ലാം അതിൻ്റെ അകത്താണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം അയാൾക്ക് തൂക്കിശിക്ഷയ്ക്ക് വിധിച്ചു. ഈ ശവശരീരം ഞാൻ കണ്ടില്ലായിരുന്നു. ഇനി ഒരു പക്ഷേ ഞാൻ ആ ടോയ്ലറ്റിൽ നിന്ന് ഞാനും കൊല്ലപ്പെട്ടേനെ. പക്ഷേ ദൈവമായിട്ടാണ് ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയത്. എനിക്ക് ആ രാത്രി അന്നത്തെ ദിവസം ഒട്ടും ഉറക്കം പോലും വന്നില്ല. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അയാൾ ഇനി അരികിലേക്ക് വരുമോ എന്ന് പറഞ്ഞ് പേടിച്ചാണ് നിന്നത്. നമ്മൾ നമ്മുടെ മനസ്സിനെ വിശ്വസിക്കുന്നത് നമ്മൾ നല്ലത്. നമ്മുടെ മനസ്സിനെ നമ്മുടെ ദൈവത്തെയും വിശ്വസിക്കുന്നത്.